പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 14ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദി പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 cm. Another rectangle with twice the length and thrice the breadth has perimeter 62 cm. What are the length and breadth of the first rectangle? നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. രണ്ട് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ പെരിമീറ്ററും കൂടി തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ആദ്യം നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? അത് ആദ്യം എഴുതാം. ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ലെങ്ത് ഓഫ് ഫസ്റ്റ് rectangle equal to x, breadth of first rectangle equal to y ആയിട്ട് എടുക്കുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു എത്രയാണ്? 26 cm അല്ലേ. പെരിമീറ്റർ 26 cm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 26 cm എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ലെങ്ത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്തായിട്ടാണ് എടുത്തത്? എക്സ്, ബ്രെഡ്ത്ത് വൈ. അപ്പോൾ 2 × x + y = 26. Therefore x + y = 26 divided by 2. അത് എത്രയാണ്? 13. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 കിട്ടി. നമുക്കതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നുള്ളത്? അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദി ലെങ്ത് ആൻഡ് ത്രൈസ് ദി ബ്രെഡ്ത്ത് അല്ലേ. അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 62 cm എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് വരും? 2 × അല്ലേ, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ 2 × ഒന്ന് നമ്മൾ ആദ്യം പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് എഴുതുന്നതുകൊണ്ട് ഞാൻ അടുത്ത റെക്റ്റാങ്കിൾ സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് എഴുതുന്നില്ല. ഞാൻ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോകുന്നുണ്ട്. 2 × 2x + 3y അല്ലേ ഈക്വൽ ടു 62 cm അല്ലേ. അതായത് പെരിമീറ്റർ. അടുത്ത എന്ത് വരും? 2x + 3y = 62 divided by 2. That's equal to 31. അപ്പം 2x + 3y = 31. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ക്ലിയർ അല്ലേ? അതെങ്ങനെയാണ് 2 × 2x + 3y എന്ന് കിട്ടിയത്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. അതാണ് 62 എന്ന് തന്നിട്ടില്ല. അപ്പം 2x + 3y = 31 കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് വേണം അവിടെ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ = 13. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2x + 3y = 31 ആണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ചെയ്ത പോലെ ഡയറക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാൻ പറ്റൂല. കാരണം ഒന്നെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. എക്സിൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എക്സിന് തൊട്ട് മുന്നേ എഴുതുന്നത്, അല്ലെങ്കിൽ വൈൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കണം രണ്ട് ഇക്വേഷനിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്? എക്സ് പ്ലസ് വൈ = 13 2x + 3y = 31. ഇവിടെ എന്താണ്? രണ്ട് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഡിഫറെൻ്റ് ആണ്. ഒന്നിൽ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ് മാത്രം, സെക്കൻഡ് ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ 1ഉം ഇവിടെ 2 ആണ്. y കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y 1y, സെക്കൻഡ് ഇക്വേഷനിൽ 3y എന്നാണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കാണ്ട് നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇക്വേഷൻ 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതാണ് ഇക്വേഷൻ 1 × 2. അപ്പോൾ എന്ത് വരും? അത് 2 × x + 2 × y = 2 × 13. എന്ത് വരും?
2x plus 2y equal to 26 എന്ന് കിട്ടി. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ 2 എന്തായിരുന്നു, ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3y ഈക്വൽ ടു 31 ഇതായിരുന്നു നമ്മൾ ഇക്വേഷൻ 2 ആയിട്ടുണ്ടായത് അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 2 ഇക്വേഷൻ 3 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാ, ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3 എന്ത് കിട്ടും, നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കുക, 2x പ്ലസ് 3y മൈനസ് 2x പ്ലസ് 2y ഈക്വൽ ടു 31 മൈനസ് 26. ക്ലിയർ അല്ലേ. ഇപ്പൊ എന്ത് വരും, 2x പ്ലസ് 3y മൈനസ് 2x മൈനസ് 2y. കാരണം എന്താണ്, ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് മൈനസ് ഉണ്ട്, ആ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൈനസ് 2x മൈനസ് 2y ആണ് ആൻസർ കിട്ടുന്നത്. ഇപ്പൊ എന്ത് വരും, 31 മൈനസ് 26 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ, 5 ആണ്. 2x മൈനസ് 2x 0 ആയി, പ്ലസ് 3y മൈനസ് 2y കൂടി ആഡ് ചെയ്താൽ ആൻസർ ഒരു y, ആ y ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, y ഈക്വൽ ടു 5 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 എന്തായിരുന്നു, x പ്ലസ് y ഈക്വൽ ടു 13 ആയിരുന്നു അല്ലേ. അപ്പം x പ്ലസ് 5 ഈക്വൽ ടു 13. therefore x ഈക്വൽ ടു 13 മൈനസ് 5. 13 മൈനസ് 5 എന്ന് പറഞ്ഞ ആൻസർ 8 ആണ് അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, 5 കിട്ടി അല്ലേ. അപ്പൊ എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. ഏതിന്റെ, ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു 8 centimeter. then breadth of first rectangle equal to 5 centimeter. ക്ലിയർ അല്ലേ.